നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാ ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ വിലപിക്കുമ്പോ, കുട്ടികൾ ഇങ്ങനെ മരിച്ചു പോകുന്ന സഹോദരിമാര്, സഹാബ വനിതകൾ വല്ലാതെ വിഷമിക്കുമ്പോ, അതാ റബ്ബിന്റെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹയി കിട്ടിക്കൊണ്ട് അവിടുന്ന് അവരോട് സന്തോഷം പങ്കിടുകയാണ്. എന്താണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്? ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ നിലവിലുണ്ട്. ഒന്ന് രണ്ടെണ്ണം കേൾപ്പിക്കട്ടെ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുമംറഅത്തിൻ മാതലഹാ സലാസത്തുൻ മിനൽ വലദി കാനൂ ഹിജാബം മിനന്നാർ. ഏതെങ്കിലും ഒരു സ്ത്രീ, ആ സ്ത്രീക്കതാ 3 കുട്ടികൾ മരിച്ചു പോയെങ്കിൽ, ഒരു സഹോദരിക്കതാ കുട്ടികൾ 3 എണ്ണമാണ് മരിച്ചു പോയതെങ്കിൽ, കാനൂ ആ മക്കളായി തീരുന്നതാണ് ഹിജാബം മിനന്നാർ. ഈ മാതാപിതാക്കൾക്ക്, ഈ ഉമ്മമാർക്കതാ നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് മറയാണ് കേട്ടോ. ഈ കുട്ടികൾ കാരണം അവർക്ക് വലിയ ഫضل നാളെ പരലോകത്ത് കിട്ടാനിരിക്കുന്നു. ഇതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഒരു സഹാബ വനിത എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു. അതാ ഒരു സഹാബ വനിത ഉടനെ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, 3 കുട്ടികളെന്നല്ലേ അങ്ങന്ന് പറഞ്ഞത്? വസനാൻ, അത് 2 ആണെങ്കിലോ? ഒരു പക്ഷേ ആ സഹാബ വനിതയുടെ കുഞ്ഞുങ്ങൾ 2 എണ്ണം മരിച്ചിട്ടുണ്ടായിരിക്കാം. വേദന കൊണ്ട് മനസ്സ് നീറുന്ന ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ 2 എണ്ണമാണെങ്കിലോ? ഖാലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസനാൻ, അതെ, അങ്ങനെയാണെങ്കിലും അവർക്ക് ആ കുഞ്ഞുങ്ങൾ നരകത്തിൽ നിന്ന് മറ തന്നെ. ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സഹോദരിക്ക്, ഒരു സഹോദരന്, അവന് ആ സമയത്ത് അതോർക്കുമ്പോഴല്ലേ സഹിക്കാനാകുന്നത്, ക്ഷമിക്കാനാകുന്നത്. ഇനിയും നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമിൻ മുസ്ലിമൈനി യമൂതു ലഹുമാ സലാസത്തുൻ മിനൽ വലദി ലം യബ്ലുഗുൽ ഹിൻസ ഇല്ലാ അദ്ഖലഹുമുല്ലാഹു വഅബവൈഹിമുൽ ജന്നത ബിഫദ്ലി റഹ്മതിഹി. ഏതൊരു മുസ്ലിമായ മാതാപിതാക്കളുണ്ടോ, ആ മാതാപിതാക്കൾക്കതാ പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത നിലക്ക് തന്നെ, കൈക്കുഞ്ഞുങ്ങളായിരിക്കെ തന്നെ പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത നിലക്ക് തന്നെ 3 കുഞ്ഞുങ്ങളങ്ങ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരെ, ആ കുട്ടികളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. വഅബവൈഹിമുൽ ജന്ന, അവരുടെ മാതാപിതാക്കളെയും ബിഫദ്ലി റഹ്മതിഹി, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഔദാര്യം നിമിത്തം അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. മാത്രമല്ല അവിടുന്ന് പറയുകയാണ്, വയകൂനൂന അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, ഈ കുട്ടികൾ ഇങ്ങനെ സ്വർഗീയ കവാടത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ ഇങ്ങനെ അതിന്റെ അടുത്ത് പോയി നിൽക്കുന്ന നേരത്ത് ഈ മക്കളോട് പറയപ്പെടും, ഉദ്ഖുലുൽ ജന്ന, കടന്നോ സ്വർഗത്തിലേക്ക്, മക്കളെ പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്കെന്ന് പറയുമ്പോ ആ കുഞ്ഞുമക്കള് പറയും, ഹത്തായജീഅ അബവാന, ഞങ്ങളെ ഉമ്മയെയും ഉപ്പയെയും കൂടി ഒപ്പം തരുമോ, ഞങ്ങളെ മാതാപിതാക്കളെ കൂടി ഒപ്പം തരുമോ എന്നീ കുഞ്ഞുമക്കൾ ആഗ്രഹം പറയുന്നു. ആ സമയത്തതാ കുട്ടികളോട് പറയപ്പെടുന്നതാണ്, ഉദ്ഖുലുൽ ജന്നത അൻതും, മക്കളെ നിങ്ങൾ പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്ക്, വാബവാക്കും, നിങ്ങളുടെ മാതാപിതാക്കളും പ്രവേശിക്കട്ടെ, ബിഫദ്ലി റഹ്മത്തില്ലാഹി, അള്ളാന്റെ റഹ്മത്ത് മുഖേന, അള്ളാഹ് ചെയ്യുന്ന ഔദാര്യമാണത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാഫിറായ മാതാപിതാക്കൾക്ക് ഈ ഒരു സൗഭാഗ്യം ലഭിക്കുവാനില്ല. ഈമാനുള്ള മാതാപിതാക്കളാണെങ്കിൽ ആ നിലക്ക് അവർക്കതാ ആ നിലക്കൊരു പരീക്ഷണം ദുനിയാവിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവരത് സഹിച്ചവരാണെങ്കിൽ, അവരത് ക്ഷമിച്ചവരാണെങ്കിൽ, അതാ അത് മുഖേന അവർക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിലെ ഉമ്മമാരോട് ഉപ്പമാരോട് അങ്ങനെ എങ്ങാനും വല്ല പരീക്ഷണവും സംഭവിച്ചു പോയാൽ സഹിക്കേണ്ടതിന്റെ പ്രാധാന്യം, ക്ഷമിക്കേണ്ടതിന്റെ മഹത്വം ഈ വചനങ്ങളിലൂടെ പഠിപ്പിച്ചു തരുന്നു. ഇനി മക്കളല്ല ആരാവട്ടെ അങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടായെങ്കിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായിട്ട് പറയുന്ന ഒരു വാചകം നോക്കൂ. ഇന്നല്ലാഹ ലാ യർദാ ലി അബ്ദിഹിൽ മുഅ്മിൻ ഇദാ ദഹബ ബിസഫീഹി മിൻ അഹ്ലിൽ അർദി ഫസബറ വഹ്തസബ ബിസവാബിൻ ദൂനൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തതാ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന് ഇഷ്ടപ്പെട്ടവരെ അള്ളയങ്ങ് കൊണ്ടുപോയാൽ, ഒരു മുഅ്മിനായ മനുഷ്യന് ഈ ഭൂമിയിൽ അവന് ഏറ്റവും പ്രിയങ്കരായിരുന്ന ഇഷ്ടപ്പെട്ടവരായിരുന്ന ഏതെങ്കിലും മെമ്പറെ, ഏതെങ്കിലും ആളുകളെ അള്ളയങ്ങ് കൊണ്ടുപോയിട്ട് അതായി മുഅ്മിനായ മനുഷ്യൻ അതിന്റെ പേരിൽ ക്ഷമകേട് കാണിക്കാതെ ഫസബറ, ആ മനുഷ്യൻ സഹിക്കുകയും വഹ്തസബ, ആ ക്ഷമയിലൂടെ അല്ലാഹു നീ എനിക്ക് പ്രതിഫലം തരണേ എന്ന് അല്ലാഹുവിങ്കൽ എന്ന് പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹു അതാ ആ മുഅ്മിനായ അടിമക്ക് ഒരു പ്രതിഫലം കൊണ്ടും തൃപ്തിപ്പെടുകയില്ല. ദൂനൽ ജന്ന, സ്വർഗമല്ലാത്ത ഒരു പ്രതിഫലവും കൊണ്ട് അല്ലാഹു മതിയാക്കൂല എന്ന് പറഞ്ഞാൽ അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കുന്നതാണ്. അതാണ് ഖുർആൻ പറയുന്നത് വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ, അവർക്കാണ് ഗുണങ്ങളുള്ളത്, അവർക്കാണ് റഹ്മത്തുള്ളത്, അവരാണ് നേർമാർഗം സിദ്ധിച്ചവരെന്ന്. ക്ഷമയുള്ള ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അധികം ഒരു മനുഷ്യൻ പതറിപ്പോകുന്ന മേഖലയാണത്. പറയാൻ എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ്. പക്ഷേ അവനവന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും സഹിക്കാതെ ക്ഷമിക്കാതെയാകുന്ന ഒരവസ്ഥയാണ്. അതേ അവസരത്തിൽ അതാ നമുക്ക് ബാധ്യത എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുവേ എല്ലാം നീയല്ലേ തീരുമാനിക്കുന്നത്. ആ ഒരു മനസ്സോടുകൂടി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് മാത്രമല്ല കേട്ടോ, പിന്നെയും അതിന്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മാമിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബത്തുൻ, ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഒരു ആപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ഫയഖൂലു, എന്നിട്ട് അവൻ പറയുകയും ചെയ്യുന്നു മാ അമറഹുല്ലാഹ്, അല്ലാഹ് അവനോട് കൽപ്പിച്ചതുപോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ, അത് മാത്രമല്ല ഇതിപ്പോ ഖുർആനിൽ വന്നതല്ലേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അതിന്റെ കൂടെ നമ്മൾ പറയാനൊരു ദുആ കൂടി പറയുന്നു. ഓ മുസ്ലിമീങ്ങളെ, ഏതെങ്കിലും ഘട്ടം വരുമ്പോ പഠിക്കാനുള്ളതല്ല ഈ ദുആകളൊന്നും. ആവർത്തിച്ചാവർത്തിച്ച് എന്നോടും നിങ്ങളോടും വളരെ വിനയത്തോടെ പറയട്ടെ, ഇസ്ലാം വളരെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ പറയാൻ പഠിപ്പിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഒട്ടേറെ ദിക്റുകളുണ്ട്, ഒട്ടേറെ ദുആകളുണ്ട്. അതൊക്കെ ആ സമയം വരുമ്പോ നോക്കാമെന്ന് വിചാരിച്ചു പോകരുത്. അസമയത്ത് നമുക്ക് പഠിക്കാൻ ഇടമില്ല, അസമയത്ത് നമുക്ക് പഠിക്കാൻ നേരമില്ല. എപ്പോഴാണ് മുസീബത്ത് വരുന്നതെന്ന് അറിയുകയുമില്ല. റബ്ബിന്റെ തീരുമാനമാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്നോടും നിങ്ങളോടും വളരെ വിനയത്തോട് പറയട്ടെ, ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, സർവ ശ്രോതാക്കളോടും പറയട്ടെ, ഇത് നേരത്തെ അർത്ഥസഹിതം പഠിച്ചു വെക്കേണ്ടതാണ്. ആ ഘട്ടത്തിൽ നിങ്ങൾ ദുആന്റെ ബുക്ക് നോക്കിയിട്ട് ചൊല്ലേണ്ടതല്ല. ആ ഘട്ടത്തിൽ മറ്റൊരാളോട് ഞാൻ ഇനി എന്ത് പറയണം എന്ന് ചോദിക്കേണ്ടവരല്ല, മറിച്ച് മുന്നൊരുക്കം വേണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതിന്റെ കൂടെ അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്നുകൂടി പറയേണ്ടതുണ്ട്. എന്താണ് സഹോദരാ സഹോദരി അതിന്റെ അർത്ഥം?
അല്ലാഹുമ്മ ഉജുർനി, അല്ലാഹുവേ നീ എനിക്ക് അജ്ർ തരണം, നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാഹ്. ഫീ മുസീബത്തി, എനിക്ക് ബാധിച്ച ഈ മുസീബത്തിൽ അല്ലാഹ് ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ സഹിക്കുന്നു, നീ എനിക്ക് കൂലി തരണേ. എന്റെ ക്ഷമ കാരണമായി, എന്റെ സഹനം കൊണ്ട് അല്ലാഹ് നീ എനിക്ക് പ്രതിഫലം തന്നാലും വാഖിലിഫ്ലി ഖൈറം മിൻഹാ, എനിക്ക് ബാധിച്ചിട്ടുള്ള ആപത്തിനേക്കാൾ അല്ലാഹ് അതിലൂടെ എനിക്ക് എന്താണ് നഷ്ടമായതെങ്കിൽ അതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് പകരം തരണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ നമ്മൾ ഒരാളുടെ മരണവാർത്ത കേട്ടപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വഖ്ലിഫ്